ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ മുളകുശമാണ്. കേട്ടിട്ടുണ്ടോ മുളകുശത്തെക്കുറിച്ച്? പാലക്കാട്ടുകാർക്ക് അറിയാമായിരിക്കും. എന്തായിട്ടും അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അതിലേക്കായി കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും 2 കപ്പലമുളകും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കത് തുറന്ന് നോക്കാം. യെസ്, പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത കുമ്പളങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം. ആ കുമ്പളങ്ങ കഷ്ണവും കൂടി വെന്ത് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ ചേരുവകൾ ചേർക്കാനുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ തക്കാളി. അതൊരു ഓപ്ഷനാണ് കേട്ടോ, വേണം നിർബന്ധമില്ല. തക്കാളി ഇട്ടാൽ ഒരു പുളിപ്പുണ്ടാവും. അതിനുശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. അങ്ങനെ അരപ്പും കൂടി ചേർത്ത് കൂട്ടാൻ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കത് മാറ്റി വെച്ച ശേഷം കടുക് പൊട്ടിക്കാം. അതിലേക്കായി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 മണി കടുകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മൂത്ത് വന്ന നമ്മുടെ കടുകും കറിവേപ്പിലയും കൂടെ കൂട്ടാനിലേക്ക് ചേർക്കുമ്പോഴാണ് ആ കൂട്ടാൻ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. യെസ്, അങ്ങനെ നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റി കുമ്പളങ്ങ മുളകുശമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് മസാലയൊന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക്. താങ്ക് യു.